എല്ലാ ബഹുമാന്യ വ്യക്തികൾക്കും തൃക്കൃഷി ഫൗണ്ടേഷൻ്റെ വിനീതമായ നമസ്കാരം. ഞാൻ രാജൻ വി പൊയ്യൂർ, സെൻറ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ റിട്ടയർ ചെയ്തൊരു അധ്യാപകനാണ്. തൃക്കൃഷി ഫൗണ്ടേഷൻ്റെ സെക്രട്ടറിയാണ്. ഇത് ബി മോഹനേന്ദ്രൻ നായർ സാർ ഞങ്ങളുടെ ഫൗണ്ടേഷൻ്റെ പ്രസിഡൻ്റാണ്. ഞങ്ങളുടെ ഫൗണ്ടേഷൻ്റെ സ്ഥാപക ട്രഷറർ 1995 തുടങ്ങിയത്. സ്ഥാപക ട്രഷറാണ് ആർ സഞ്ജീവ് കുമാർ. ഫൗണ്ടേഷൻ്റെ പ്രോഗ്രാം കോർഡിനേറ്റർ BS ശ്യാംകുമാർ. ബഹുമാന്യരെ, 1995 നവംബർ 27 വ്യാഴാഴ്ച ടാഗോർ തിയേറ്റർ നടന്ന ലോക സിനിമയുടെ 100ാം വാർഷികത്തോടനുബന്ധിച്ച് തൃക്കൃഷി ഫൗണ്ടേഷൻ രൂപീകൃതമാവുകയായി. ഷവലിയാർ ശിവാജി ഗണേശനാണ് ഫൗണ്ടേഷൻ വിളംബരം ചെയ്തത്. അന്ന് തൃക്കൃഷിയുടെ അഭ്യർത്ഥനയെ മാനിച്ചുകൊണ്ട് ഷവലിയാർ ശിവാജി ഗണേശനാണ് തൃക്കൃഷി ഫൗണ്ടേഷൻ വിളംബരം ചെയ്തത്. മോഹൻലാൽ, നെടുമുടി വേണു, TP മാധവൻ, നാഗവള്ളി RS കുറുപ്പ് അടങ്ങുന്ന KG ജോർജ് അടങ്ങുന്ന ലെനിൻ രാജേന്ദ്രൻ അടങ്ങുന്ന ഒരു വലിയ താരനിരയെ സാക്ഷിയാക്കിക്കൊണ്ടാണ് ലോക സിനിമയുടെ 100ാം വാർഷികം അന്ന് ഫിലിം ഗൈഡൻസ് സൊസൈറ്റി എന്നൊരു സംഘടന നടത്തിയത്. ആ അന്നത്തെ ഫിലിം ഗൈഡൻസ് സൊസൈറ്റിയാണ് പിന്നീട് തൃക്കൃഷി ഫൗണ്ടേഷനായി നാമകരണം ചെയ്ത് മാറിയത്. ഇതിൻ്റെ സ്ഥാപക പ്രസിഡന്റ് ആറ്റിങ്ങൽ വിജയകുമാറായിരുന്നു, സെക്രട്ടറി ഞാനായിരുന്നു, ട്രഷറർ ആർ സഞ്ജീവ് കുമാറായിരുന്നു. ഇപ്പോൾ ഫൗണ്ടേഷൻ സാഹിത്യ സാംസ്കാരിക മേഖലകളിൽ നിറഞ്ഞു നിൽക്കുന്നു. സെമിനാറുകൾ, നാടക സെമിനാറുകൾ, ചലച്ചിത്ര സെമിനാറുകൾ, സാഹിത്യ സെമിനാറുകൾ തുടങ്ങി നിരവധി സെമിനാറുകൾ പ്രതിമാസ പരിപാടിയായിട്ട് നമ്മുടെ പ്രസ് ക്ലബിൽ തന്നെ SS റാം ഹാളിൽ എല്ലാ മാസവും 16-ാം തീയതി നടത്തി വരുന്നു. ഒക്ടോബർ 16-ാം തീയതി അദ്ദേഹത്തിൻ്റെ ജന്മദിനവും മാർച്ച് 11 അദ്ദേഹത്തിൻ്റെ ചരമദിനവുമാണ്. നാളെ അദ്ദേഹത്തിൻ്റെ ചരമദിനം നമ്മൾ ഭാരത് ഭവനിൽ സംഘടിപ്പിക്കുകയാണ്. ബഹുമാന്യനായ ചീഫ് സെക്രട്ടറി ജോയ് വാഴയിലാണ് അത് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. പ്രശസ്ത നിരൂപകനും സംവിധാനവുമായ വിജയകൃഷ്ണൻ, സംവിധായകൻ ബാലുഗിരിയത്ത്, ഗാനദർപ്പണ ബഹുമുഖ പ്രതിഭയായ TP ശാസ്ത്രമംഗൽ അടങ്ങുന്നവരാണ് തൃക്കൃഷിയുടെ വിവിധ മേഖലകളിലൂടെ സഞ്ചരിച്ച് മലയാളികൾ മനസ്സുകളിലേക്ക് തൃക്കൃഷിയെ സന്നിവേശിപ്പിക്കുന്നു. ഞാൻ ആമുഖമായി ഇത്രയും പറഞ്ഞ തൃക്കൃഷി ഫൗണ്ടേഷന് ഒരു രൂപരേഖ നൽകുവാൻ വേണ്ടിയാണ്. തൃക്കൃഷി ഫൗണ്ടേഷൻ എല്ലാ വർഷവും മാധ്യമ, സാഹിത്യ, ചലച്ചിത്ര പുരസ്കാരങ്ങൾ നൽകി വരുന്നു. കഴിഞ്ഞ വർഷത്തെ ചലച്ചിത്ര പുരസ്കാരം 2025 അവസാനം പ്രഖ്യാപിച്ചുവെങ്കിലും നടീനടന്മാരുടെ സമയബന്ധിതമായ ടൈം കിട്ടാത്തത് കൊണ്ടും പിന്നെ ശ്രീനിവാസൻ സാറിന് അസുഖം വന്ന് സാറിൻ്റെ ഒരു വിയോഗം എല്ലാം കൂടെ ആയപ്പോൾ ഒന്നത് നീട്ടിവെച്ചു. ആ അവാർഡ് കൂടി ഞങ്ങൾ ഈ പുതിയ അവാർഡിനോടൊപ്പം ചേർത്ത് കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നു. തൃക്കൃഷി ഫൗണ്ടേഷൻ്റെ 2025-26 അവാർഡാണ് പ്രഖ്യാപിക്കുന്നത്. അവാർഡ് പുനലൂർ ഗ്രൗണ്ടിൽ വെച്ച് നടത്തുവാനാണ് തീരുമാനമായിട്ടുള്ളത്. ഏപ്രിൽ 4-നാണ് അവാർഡുകൾ വിതരണം ചെയ്യുന്നത്. ഈ അവാർഡ് ചടങ്ങിലേക്ക് എല്ലാ ആദരണീയരായ മാധ്യമ പ്രവർത്തകരെയും എല്ലാ സഹൃദയരെയും ആദരപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് അവാർഡുകൾ പ്രഖ്യാപിക്കുകയാണ്. ചലച്ചിത്ര മേഖലയിൽ സമഗ്ര സംഭാവന നൽകിയ ബാലചന്ദ്രമേനോൻ, ഗോകുലം ഗോപാലൻ, MG ശ്രീകുമാർ, സോഹൻ റോയ് എന്നിവർക്ക് തൃക്കൃഷി പുരസ്കാരം നൽകി ചടങ്ങിൽ അവരെ ആദരിക്കുന്നതാണ്. തൃക്കൃഷി ഫൗണ്ടേഷന്റെ 2025-26 അവാർഡുകൾ പ്രഖ്യാപിക്കുകയാണ്. മികച്ച ചിത്രം എക്കോ, മികച്ച നടൻ ജോജു ജോർജ്, നാരായണീൻ്റെ 3 ആൺമക്കൾ, മികച്ച നടി ലിജോ മോൾ പൊന്മാൻ, മികച്ച സംവിധായകൻ അരുൺ ബോസ് മിണ്ടിയും പറഞ്ഞു, ജനപ്രിയ സിനിമ രേഖാചിത്രം, ജനപ്രിയ നടൻ നിവിൻ പോളി സർവം മായ, ജനപ്രിയ നടി റിയ ഷിബു സർവം മായ, ജനപ്രിയ സംവിധായകൻ അഖിൽ സത്യൻ സർവം മായ, മികച്ച ഗാനരചന കൈതപ്രം ദാമോദരൻ നമ്പൂതിരി നരിവേട്ട, മികച്ച സംഗീത സംവിധായകൻ ജേക്സ് ബിജോയ് തുടരും, മികച്ച ഗായകൻ ജോബ് കുര്യൻ എമ്പുരാൻ, മികച്ച ഗായിക മഞ്ചരി ഈ വലയം, മികച്ച പശ്ചാത്തല സംഗീതം മുജീബ് മജീദ് കളങ്കാവൽ രേഖാചിത്രം, മികച്ച തിരക്കഥ രാഹുൽ രമേശ് എക്കോ, മികച്ച ഛായാഗ്രഹണം നിമിഷ് രവി ലോക ചാപ്റ്റർ 1 ചന്ദ്രൻ, മികച്ച എഡിറ്റിംഗ് നിതിൻ രാജു പൊന്മാൻ, ജനപ്രിയ സംഗീത സംവിധായകൻ വിഷ്ണു വിജയ് ആലപ്പുഴ ജിംഖാന, ജനപ്രിയ ഗായകൻ ഗോകുൽ ഗോപകുമാർ തുടരും, ജനപ്രിയ ഗായിക സിന്ധു ദർശൻ കളങ്കാവൽ, മികച്ച സ്വഭാവ നടൻ വിനീത് എക്കോ, മികച്ച സ്വഭാവ നടി സരിൻ ഷിഹാബ് രേഖാചിത്രം, മികച്ച സഹനടൻ സജിൻ ഗോപു പൊന്മാൻ, മികച്ച സഹനടി മഞ്ജു പിള്ള പ്രിൻസ് ആൻഡ് ഫാമിലി, സ്പെഷ്യൽ ജൂറി പുരസ്കാരം ലീന മോമിൻ എക്കോ. ബേബി മാത്യു സോമതീരം ചെയർമാനായും ബാലു കിരിയത്ത്, TP ശാസ്ത്രമംഗലം, ഫൗണ്ടേഷൻ സെക്രട്ടറി രാജൻ പിഴൂർ എന്നിവർ ജൂറികളായുമുള്ള സമിതിയാണ് അവാർഡ് നിശ്ചയിച്ചത്. ഏപ്രിൽ 4-ന് പുനലൂരിൽ നടക്കുന്ന തൃക്കൃഷി ചലച്ചിത്രോത്സവ ചടങ്ങിൽ അവാർഡുകൾ വിതരണം ചെയ്യും. എല്ലാ സഹൃദയരെയും, എല്ലാ പത്രമാധ്യമ പ്രവർത്തകരെയും, ദൃശ്യമാധ്യമ പ്രവർത്തകരെയും, എല്ലാ മാധ്യമ സുഹൃത്തുക്കളെയും ആദരപൂർവ്വം ഈ ചടങ്ങ്
വീക്ഷിക്കുന്നതിനും ആസ്വദിക്കുന്നതിനും കുടുംബസമേതം എല്ലാവരെയും ഞങ്ങൾ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. എല്ലാവർക്കും ഞങ്ങളുടെ വിനീതമായ നമസ്കാരം. എല്ലാ വർഷവും തൃക്കൃഷി ഫൗണ്ടേഷൻ്റെ ആഭിമുഖ്യത്തിൽ തൃക്കൃഷിയുടെ ചരമദിനം ഞങ്ങൾ കൊണ്ടാടാറുണ്ട്. നാളെ വൈകുന്നേരം 4:30 ഭാരത് ഭവനിൽ വെച്ച് ജോയ് വാഴയിൽ, ഡോക്ടർ വി പി ജോയ് എന്ന ജോയ് വാഴയിൽ സാഹിത്യകാരൻ, ചീഫ് സെക്രട്ടറി, അദ്ദേഹം നാളെ അത് ഉദ്ഘാടനം ചെയ്യും. 3 പ്രശസ്തരാണ് അതിന് തൃക്കൃഷിയുടെ സാഹിത്യ സബരിയെക്കുറിച്ച് ചർച്ച ചെയ്യപ്പെടുന്നത്. ഞാനത് ഇങ്ങനെ സൂചിപ്പിക്കാൻ കാരണം, നമുക്ക് MA മലയാളത്തിന് ചലച്ചിത്ര പഠനം ഒരു പ്രധാന ഇതാണ്. അതിൽ തൃക്കൃഷിയുടെ ഒരു വലിയൊരു ചാപ്റ്റർ അതിനകത്ത് കിടപ്പുണ്ട്. അപ്പോൾ തൃക്കൃഷി അനുസ്മരിച്ചുകൊണ്ടുള്ള തൃക്കൃഷിയും മലയാള സിനിമ എന്ന വിഷയത്തെക്കുറിച്ച് ശ്രീ വിജയകൃഷ്ണനും, തൃക്കൃഷിയും കലാജീവിതം എന്ന വിഷയത്തെക്കുറിച്ച് ശ്രീ ബാലുഗിരിയത്തും, TP ശാസ്തമംഗലം തൃക്കൃഷിയുടെ കാവ്യ സ്വരൂപൻ എന്ന വിഷയത്തെ കാർകൂന്തൽ കെട്ടിനത്തിന് വാസനത്തിലെന്നിന്റെ നവാർന്നിന്റെ നടപ്പിനത്തിന് സുന്ദരതിലകം എന്ന ഗാനങ്ങൾ അടങ്ങുന്ന തൃക്കൃഷി എഴുതിയ ഗാനങ്ങളെ അവർ ആലപിച്ചുകൊണ്ടും വിശകലനം ചെയ്തുകൊണ്ടും നാളെ അതിന്റെ അനുസ്മരണം നടത്തുകയാണ്. എല്ലാ ആദരണീയ സുഹൃത്തുക്കളും നാളെ വരണം, നാളെ ചടങ്ങിൽ പങ്കെടുക്കണം, ഞങ്ങളെ അനുഗ്രഹിക്കണം. നിങ്ങളുടെ ശക്തിയാണ് തൃക്കൃഷി ഫൗണ്ടേഷന്റെ വളർച്ച. നന്ദി. വാഗമൺ സ്പൈസസ്, വാഗമണിലെ എല്ലാ ഒറിജിനൽ പ്രോഡക്ട്സും തിരുവനന്തപുരത്ത് ഒരു കുടക്കീഴിൽ ജ്യോതിപുരം ഫുഡ് സേഫ്റ്റി ഓഫീസിന്റെ മുൻവശത്ത്. കശുവണ്ടി, കുരുമുളക്, ഗ്രാമ്പു, ഏലക്ക, പട്ട, കാഷ്യൂനട്ട്, നട്ട്സ്, ആൽമണ്ട് എന്നിവയെല്ലാം ഇവിടെ ലഭ്യമാണ്. ഞങ്ങളുടെ സഹോദര സ്ഥാപനം വാഗമൺ സ്പൈസസ് ഡ്രൈ ഫ്രൂട്ട്സ് ആൻഡ് ഡ്രിങ്ക്സ് വാഗമണിൽ ചോറ്റുപാറയിലും ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു.